നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്ന് 18-ാം തീയതി ഞാനൊരു സ്ഥലത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ 5-6 ദിവസം കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ, 20-ാം തീയതി അവിടെ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരെയുള്ള ട്രെയിനിൻ്റെ ഉള്ളിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ 17-ാം തീയതി രാത്രി വരെയുള്ള ട്രെയിൻ യാത്രയുടെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇന്ന് ഇടുന്നുണ്ട്. അതിന് പുറമെ 18-ാം തീയതി ഇന്ന് വൈകിട്ട് അപ്ലോഡ് ചെയ്യും പകലത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ പരിപാടി തുടങ്ങിട്ടോ. ഫുഡ് അടി വേറൊരു പരിപാടിയില്ല. ഒരു 5-6 ദിവസം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇരിക്കുമ്പോൾ ഭയങ്കര വിശപ്പ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചും കൊണ്ടിരിക്കണം. അപ്പോൾ രാവിലേക്കും വൈകിട്ടൊക്കെ ഉള്ള ഫുഡൊക്കെ ഞങ്ങൾ ചപ്പാത്തി, ചിക്കൻ കറി, അതുപോലെ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ വീട്ടിൽ നിന്ന്. അങ്ങനെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്താണ് കഴിക്കണമെന്ന് കമൻറ്റ് ചെയ്യട്ടോ, മറക്കരുത്. എന്തെങ്കിലുമൊക്കെ ഒരു പണി തരണ്ടേ, നമ്മുടെ വീഡിയോ കണ്ടു മാത്രം പോയാൽ കാര്യമില്ലല്ലോ. നമ്മൾ ഹോട്ടലിലേക്ക് ചെന്ന സ്റ്റാർട്ടർ കിട്ടില്ല, അതുപോലെ സ്റ്റാർട്ടർ ആട്ടോ മറ്റത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കാര്യങ്ങൾ കഴിച്ചു. പിന്നെ കുറച്ച് പഴമൊക്കെ വാങ്ങിച്ച് തീറ്റ തന്നെ ആയിരുന്നു കേട്ടോ. മിക്കം തീറ്റ, വേറെ ഒരു ഇതും ഉണ്ടാകുന്നില്ല, ഒരു വിട്ടുവീഴ്ച ഉണ്ടാകുന്നില്ല. തിന്ന വേറെ ഒരു പരിപാടി ഉണ്ടാകുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ കൊങ്കൺ റെയിൽവേൻ്റെ അവിടെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് ഇപ്പോൾ കുറച്ച് ഈ കൊങ്കൺ റൂട്ട് പോകുമ്പോൾ പകൽ പോകണം കേട്ടോ. പകൽ പറഞ്ഞാൽ രാവിലെ ഒരു 7 മണി 8 മണി സമയത്ത് അത് കൂടെ വരുമ്പോൾ നല്ല രസമാട്ടോ, കാഴ്ചകൾ കാണാം. അടിപൊളി പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പട്ടിഷോക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാലേ അപ്പോൾ വേറെ പണി കിട്ടും. അത് കാരണം വല്ലാണ്ട് നിന്നില്ല, ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വേഗം മാറി നിന്നു കേട്ടോ. ഇതിനിപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തെറിയേക്കും. അപ്പോൾ അത് കാരണം വല്ലാണ്ട് നിന്നില്ല. നമുക്ക് എല്ലാവർക്കും ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടുമല്ലോ, 2-3 ആൾക്കാരൊക്കെ കിട്ടിയായിരുന്നു എപ്പോഴും. അത് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവും. അങ്ങനെ എപ്പോഴും എനിക്ക് കിട്ടലുണ്ട് കേട്ടോ. 5-6 പേരൊക്കെ ട്രെയിൻ യാത്രയിലൊക്കെ പോകുമ്പോൾ കുറച്ച് നല്ല നല്ല മലയാളീസിനെ കിട്ടും. ചിലപ്പോൾ ഹിന്ദിക്കാരാവും, പക്ഷെ അടിപൊളിയായിരിക്കും. അങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ ശരത്ത് മച്ചാനും കൂടി വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു പയ്യനും കൂടി ഉണ്ടാവും. അപ്പുറത്ത് നമ്മുടെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് എടുത്തുതരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഒന്നാമത് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കഥ പറയാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം മൊബൈലിൽ എന്തായാലും ഡാറ്റ കിട്ടില്ല. അത് കാരണം നമ്മൾ എന്തായാലും കഥ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കൂടുതൽ. അങ്ങനെ ഈ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് പോയി എഡിറ്റ് ചെയ്യാം കേട്ടോ. പുറത്ത് നിന്നാലും സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം സൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിഞ്ഞൊരു ഭാഗത്ത് ഒരു മൂലയ്ക്ക് പോയി എന്നിട്ടൊക്കെ എഡിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മളവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. അതുപോലെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ. എന്തായാലും കോസ്റ്റ്യൂമൊക്കെ ഇതാക്കി നന്നായുള്ളൂ. നല്ല ചൂട് പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം, അത് കഴിഞ്ഞിട്ടൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനിയിപ്പോൾ നാളെ പകൽ മൊത്തവും അതുപോലെ പിറ്റേ ദിവസം ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മളവിടെ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാനൊക്കെ നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് വേണം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി കുറച്ച് നേരം ഇരിക്കണം. പറഞ്ഞു കഴിഞ്ഞാൽ 12:30-ക്കാണ് നമുക്ക് ട്രെയിൻ. ഇനി ഇപ്പോൾ സമയം ഒരു 5-5:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ആ സമയം, അത്രയും സമയം വെറുതെ തന്നെ പുറത്ത് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എവിടെയെങ്കിലും പോയി ഒന്ന് സെറ്റായി ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് സെറ്റാവാൻ. നമ്മൾ ബോംബെയിൽ ഇറങ്ങി